നമസ്കാരം. നടൻ വിനായകന്റെ വായിലെ വിസർജ്യം മുതൽ പാർലമെന്റ് മെമ്പറിന്റെ തള്ളയ്ക്കുവിളി വരെ ഏറ്റുവാങ്ങിയിട്ടും ബ്രിട്ടാസ്യത്തിന് യാതൊരു കുലുക്കവുമില്ല. ഇന്നലെ നിർമ്മല സീതാരാമന്റെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങിച്ചിട്ടുണ്ട്. They don't have the courage. Cowards! Communists in this country are total cowards. കറേജ് ഇല്ല, ഭീരു, പക്ക ഭീരുക്കളാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് പച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ അവിടെ പറഞ്ഞത്. വേറെയും ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുഴുവൻ വീഡിയോയും നമുക്ക് ഉൾപ്പെടുത്താൻ തരമില്ലാത്തത് കൊണ്ട് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് അവിടെ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, എനിക്ക് ഉത്തരം കേൾക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതി കൊണ്ടുവരുന്ന ചോദ്യങ്ങൾ ബ്രിട്ടാസ് അണ്ണൻ അങ്ങ് വായിക്കും. അങ്ങനെ ധനമന്ത്രിയോടും കുറെ ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചു. മന്ത്രിക്ക് തിരിച്ച് മറുപടി പറയാനൊരു അവസരം കൊടുക്കണ്ടേ? അതില്ല. Making noise. I have a right. They don't have a right to listen. മന്ത്രി മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും ബഹളം വയ്ക്കാൻ തുടങ്ങും, തുള്ളിച്ചാടാൻ തുടങ്ങും, ചാടി മറിയാൻ തുടങ്ങും. ആ കയ്യിലിരിപ്പിന് മറുപടിയായിട്ടാണ് നിർമ്മല സീതാരാമൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ വളച്ചു കെട്ടി നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടാസിനെ പോലെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കും. അതിന് മറുപടി പറയാൻ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരത് കേൾക്കില്ല. കാരണം ഒറ്റ എണ്ണത്തിനും നട്ടെല്ലില്ല, ഭീരുക്കളാണ്, കമ്മ്യൂണിസ്റ്റുകാർ മൊത്തത്തിൽ ഭീരുക്കളാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. പാർലമെന്റ് അംഗങ്ങൾ അത് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് എന്ന്. Twist the facts and do something and also demand my right, I have to speak. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതിന് യാതൊരു കുറവുമില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. വസ്തുതകളെ നേരിടാനുള്ള ശേഷി കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒട്ടും ഇല്ലത്രേ. പക്ഷേ അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കും. ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ അലറും. ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാനുള്ള മറ്റുള്ളവരുടെ അവകാശത്തെപ്പറ്റി ഈ കൂട്ടർക്ക് അറിയത്തില്ല. ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം പറയേണ്ട ആൾ ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ അത് കേൾക്കാനുള്ള റൈറ്റിനെ പറ്റി അറിയണ്ടേ? അതും അവർക്കറിയത്തില്ല. ഒരു സംസ്ഥാനത്തെ മാത്രമല്ല രാജ്യത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ കാണിക്കുന്ന പരാക്രമങ്ങളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലിരിക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുറ്റമല്ല, എല്ലാവരിലും കാണുന്ന ഒരു രീതി അതാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തന്ത്രമാണെന്നും അവർ പറഞ്ഞു. അല്ല, ഈ ബ്രിട്ടാസിന് നാണമില്ലേ ഇങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പോരാഞ്ഞിട്ട് അവിടെ ചെന്ന് ആളാം വീതം ചോദിച്ചു വാങ്ങാൻ? അങ്ങനെ വാങ്ങിച്ചു കൂട്ടി ഒരു ഉളുപ്പും ഇല്ലാതെ ഒരു വളിച്ച ചിരിയും ചിരിച്ച് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ച് ഡെയിലി ഓരോ സെൽഫി വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ കുറേ ശ്രമം നടത്തും. എന്നിട്ട് നേരെ തിരിച്ചിങ്ങി വരും. ഇവിടെ വന്നാലും നാട്ടുകാർക്ക് വല്ല സ്വസ്ഥത തരുമോ? സമാധാനം തരുമോ? ഇല്ല. ഏതായാലും നിർമ്മല സീതാരാമന്റെ വായിൽ നിന്ന് കണക്കിന് കേട്ടത് കൊണ്ട് ഏതാനും ദിവസത്തേക്കുള്ളതായി എന്ന് തോന്നുന്നു. വയറ് നിറച്ച് എവിടെന്നെങ്കിലും കിട്ടിയാലും പിന്നെയും യാചിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും പുറകെ പോകുന്നതാണ് ബ്രിട്ടാസ് അണ്ണന്റെ ശീലം. അത് വേറെ കാര്യം. 3-4 ദിവസങ്ങൾക്ക് മുമ്പല്ലേ തമിഴ്നാട് MP യുടെ വായിൽ നിന്ന് തള്ളയ്ക്ക് വിളി കേട്ടത്. എന്നിട്ട് വല്ല കുറവുണ്ടോ? അതല്ലെന്ന്, ഈ നശിച്ച ഇടപാടൊക്കെ കാരണം നാറുന്നത് കേരളം കൂടിയാണല്ലോ. അത് ഓർക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ വിഷമം. എന്തൊക്കെ ആരുടെയൊക്കെ വായിന്ന് കേട്ടാലും ഇളിച്ചു പിടിച്ചുകൊണ്ടെങ്കിൽ ഇരുന്നോളും. നാണവും മാനവും ഉളുപ്പും ഒന്നും അടുത്തൂടെ പോലും പോയിട്ടില്ലാത്തത് കൊണ്ട് സേഫാ. ഉത്തരം പൊട്ടിക്കുന്ന വമ്പൻ കൂടിയ ചോദ്യങ്ങളൊക്കെയാണ് അവിടെ ചെന്ന് ചോദിക്കുന്നതെന്നാണ് സ്വന്തമായിട്ട് വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. വായിന്ന് വരുന്നതൊക്കെ ശുദ്ധ അബദ്ധങ്ങളായിരിക്കും. എന്നാലും അതിന് മറുപടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമയെങ്കിലും കാണിക്കണ്ടേ? അത് കഴിഞ്ഞ് പൊട്ടാസ് പൊട്ടിക്കാൻ തുടങ്ങിയാൽ പോരെ? അങ്ങേരെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് വൻ ഫ്ലോപ്പാണ്. അത് പുള്ളിക്കാരന് സ്വന്തമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് നമ്മുടെ സംശയം. കുറച്ച് തരി ഇവിടെ ബാക്കിയുണ്ടായിരുന്നു, അതും കെട്ട് ആവിയായ അവസ്ഥയിലാണ് ഇപ്പോൾ പ്രസ്ഥാനം. എന്നിട്ടും എന്തിനാണ് ഇങ്ങേരൊക്കെ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഈ സന്ദർഭത്തിൽ ബ്രിട്ടാസ് അണ്ണന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് 2 വരി മൂളാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. എന്തിനു പാശ്രുതി മീട്ടുവതിനിയും തന്തികൾ പൊട്ടിയ തമ്പുരുവിൽ എന്തിന്? വേറൊരു കഥാപാത്രമുണ്ട്, റഹീം. അത് ഇതിനേക്കാളപ്പുറം എല്ലാം കൂടെ കൃത്യമായിട്ട് ഒരു പ്രസ്ഥാനത്തിൽ തന്നെ എങ്ങനെ വന്നു ചേർന്നു എന്നതാണ് അത്ഭുതം. ഇങ്ങനെയുള്ളവന്മാരെല്ലാം കൂടെ ചെന്ന് ആ പ്രസ്ഥാനം അങ്ങനെ ആയതാണോ, അതോ ആ പ്രസ്ഥാനത്തിൽ ചെല്ലുന്നവന്മാരെല്ലാം ഇങ്ങനെ ആയി തീരുന്നതാണോ എന്ന കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഏതായാലും നടക്കട്ടെ, ഇതൊക്കെ കാണേണ്ട നമ്മുടെ വിധി.